101 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതി വാക്യമായി പാടി ദൈവത്തെ സ്തുതിക്കാം. അതിൽ നിന്ന് ഇന്ന് നമ്മോട് പ്രബോധിപ്പിക്കുന്നത് ക്രിസ്റ്റീൻ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് വന്ന് അവനെ പാടി മഹത്വപ്പെടുത്താം. Psalm 101 അമൻ സ്വന്തം ദാവീദിന്റെ ഒരു സങ്കീർത്തനം 101 സങ്കീർത്തനം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലെറ്റ്സ് റീഡ് ഇറ്റ് റെസ്പോൺസിബിളി. നമുക്ക് വാക്യപ്രതി വാക്യമായി പാടി അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. 101 സങ്കീർത്തനം. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും, യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. I will be careful to lead a blameless life. When will you come to me? I will conduct the affairs of my house with a blameless heart. ഞാനൊരു നീചകാര്യവും എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഉന്നത പാപത്തോടും ഞങ്ങളുടെ ഹൃദയവും ഉള്ളവനെ ഞാൻ സഹായിക്കയില്ല. അടുത്ത രണ്ട് വാക്യങ്ങൾ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കയില്ല, പോഷ്കു പറയുന്നവൻ എന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കയില്ല. യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്ടപ്രവൃത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തു ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഒത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ദിവസം തന്നെ ഇരിക്കുമ്പോൾ അവൻ സ്വന്തം പ്രബോധനത്തിന് വേണ്ടി ക്രിസ്ത്യനെ ക്ഷണിച്ചോട് വാക്ക് രക്ഷിക്കുന്നു. ആമേൻ. Greetings to all the precious name of our Lord and Savior Jesus Christ. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വന്യനാമത്തിൽ സ്നേഹവന്ദനം. I praise and thank God for the time to stand in His presence and the privilege to stand with the Word on this Sunday morning of worship. ഇന്ന് പകൽക്കാലം, ഈ ഞായറാഴ്ച പകൽക്കാലം ആരാധനയുടെ മധ്യത്തില് വചനവുമായി നിൽക്കാൻ ദൈവം തന്ന മഹനീയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And as always, I pray that nothing may come from my own wisdom, but that whatever the Holy Spirit speaks through me, that it may be applicable first and foremost to me and to all of us. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ അതരം വചനത്തിൽ സംസാരിക്കാൻ തുറക്കുമ്പോൾ എന്റെ സ്വയത്തിൽ നിന്നൊന്നും എടുത്ത് പറയാതെ, അത് മാത്രമല്ല എന്ത് പറയുന്നോ അതെനിക്ക് ആദ്യം ബാധകമായി തീരേണ്ടതിന് എന്റെ ഹൃദയത്തിൽ ഞാൻ പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. The Holy Spirit is speaking to us this month. In order to perfect holiness, you must be restored to God's standard. പ്രിയമുള്ളവരെ, വചനം ആമേൻ പരിശുദ്ധാത്മാവ് നമ്മോട് സഭയോട് ഈ മാസം പറയുന്നത്, വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ ദൈവത്തിന്റെ അമസ്വത്വം ആ മാനദണ്ഡത്തിലേക്ക്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് മടങ്ങി വരേണ്ടത്, യഥാസ്ഥാനപ്പെടേണ്ടത് ആവശ്യമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. And even though we're going to have time later from the person who's going to share from the Word of God, I would just like to quickly remind and refresh all of our memories on the key verses, just so we can look at Psalm 101 in that lens. പ്രിയമുള്ളവരെ, എനിക്ക് ശേഷം വചനത്തിൽ സംസാരിപ്പാൻ ദൈവം ഒരാളെ ആക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും അവൻ ഈ മാസത്തിലെ നമ്മുടെ ചിന്തയുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന താക്കോൽ വാക്യങ്ങളെ ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട് ആ കണ്ണാടിയിൽ കൂടി ഈ സങ്കീർത്തനത്തെ നമുക്കൊന്ന് വീക്ഷിപ്പാനായി ശ്രമിക്കാം. So we can take Psalm chapter 85 verse 4 and 6 and 8. പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും ഒരാൾക്ക് 85-ാം സങ്കീർത്തനം അതിന്റെ 4, 6, 8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആമേൻ. 85-ാം സങ്കീർത്തനം 4, 6, 8 ഈ വാക്യങ്ങൾ. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ആമേൻ. ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. ആമേൻ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ആമേൻ. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ആമേൻ. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. ആമേൻ. അവർ ഘോഷത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് ആമേൻ. അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. ആമേൻ. Amen. And can we also take Revelation chapter 2 verse 5? പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ
നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. Hallelujah. We learned from last month that repentance is required to realize the errors and how we've fallen astray from God. Restoration means aligning ourselves with His will so that we can actually do what He wants us to do. പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസം നമ്മൾ ചിന്തിച്ചു അവൻ നമ്മൾ ഏതിൽ നിന്ന് വീണു എന്നോർത്ത് മനം തിരിയുന്ന പ്രവൃത്തിയാണ് മാനസാന്തരം. മാനസാന്തരം കൂടാതെ വിശുദ്ധിയെ തേക്കാൻ കഴിയില്ല. അതായത് തിരിച്ചറിയണം എവിടെ നീ തെറ്റിപ്പോയി, അതാണ് മാനസാന്തരം. എന്നിട്ട് തിരിയണം എന്നൊരു ആഗ്രഹം മനസ്സ് വെക്കുന്നത് മാനസാന്തരം. എന്നാൽ അവൻ യഥാസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാനസാന്തരവും കുറ്റബോധവും വന്നാൽ മാത്രം പോരാ, നീ എവിടെ നിന്നും വീണു എന്നോർത്തിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാൻ തക്കവണ്ണം ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ മാനദണ്ഡവുമായി നിന്നെ മെഷർ ചെയ്ത് നീ അത് പ്രവൃത്തിയിലേക്ക് വരുന്ന ആ പ്രോസസ്സിനെ, ആ പ്രക്രിയയാണ് അവൻ യഥാസ്ഥാനപ്പെടുക എന്ന് പറയുന്നത്. We see in verse 2 of Psalm 101, the psalmist is saying, I will ponder the way that is blameless. Oh, when will you come to me? That means the presence of God is away from him. That's why the psalmist is asking, when will you come back, O presence of God? പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരനായ ദാവീദ് 101-ാം സങ്കീർത്തനം പാടുമ്പോൾ 2-ാം വാക്യത്തിൽ എങ്ങനെ പറയുക? കർത്താവേ, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും, എപ്പോൾ നീ എന്റെ അടുക്കൽ വരും. ശ്രദ്ധിക്കണം, അത് പാടുമ്പോൾ അർത്ഥം എന്തുവാ? അടുത്താരില്ലിപ്പോൾ കർത്താവില്ല, കർത്താവ് വിട്ടുപോയി, കർത്താവ് അകന്നുപോയി. അവൻ സ്വന്തം പ്രിയമുള്ളവരെ, ദൈവവഴി വിട്ട് ഞാനും നിങ്ങളും മാറുമ്പോൾ, അവൻ ദൈവത്തോടുള്ള വിശ്വാസത വിട്ട് എന്റെയും നിങ്ങളുടെ ഹൃദയം തിരുമ്പോൾ, അവൻ ദൈവത്തിന് നമ്മുടെ മധ്യയെ വസിക്കാൻ പറ്റില്ല. അവൻ നമ്മെ വിട്ട് അകന്നു പോകും. ദൈവം പഠിക്കുമ്പോഴൊക്കെ നമുക്കത് കാണാൻ കഴിയും. So what are the changes that David wants to make to his life so that the presence of God will come to him? Not just the immediate changes, but making sure he gets deep and makes permanent changes and changes the stuff that are deep inside of him that he cannot reach if he only makes temporary changes. ആമേൻ. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് നോക്കാം, ദാവീദ് രാജാവ് എന്തെല്ലാം മാറ്റങ്ങളാണ് തന്റെ ജീവിതത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്നത്. ഏക ലക്ഷ്യം, എപ്പോൾ നീ എന്റെ അടുക്കല് വരും. അവൻ അടുക്ക വരാതെ വിടുതലില്ല. അവൻ അകന്ന് നിന്നാല് നമ്മുടെ കഷ്ടകാലമാണ്. അവൻ ദൈവം അടുത്ത് വന്നാല്, ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു എന്ത് ചെയ്യും? ചിതറും. ഇല്ലെങ്കിലില്ലേ, ശത്രു ഉയർന്നിരിക്കും. നിന്റെ മേൽ, നിന്റെ തലമുറമേൽ, നിന്റെ ഭാവി മേല്, നിന്റെ അവകാശത്തിന്മേല് ശത്രുവിന്റെ ചെങ്കോൽ വാഴുവാനിടയാകും. അതുകൊണ്ട് ദാവീദ് നോക്കിട്ട് പറയുക, കർത്താവ് ഉപരിപ്ലവമായ ഒരു മാറ്റമല്ല, ജസ്റ്റ് സർഫസ് ആയിട്ടൊരു മാറ്റമല്ല, ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങി ചില മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ, എന്റെ സ്വഭാവത്തിൽ, ദൈവത്തോടുള്ള എന്റെ സമീപനത്തിൽ ഒരു വലിയ മാറ്റം, ഞാൻ അത് സ്ഥിരമായ ഒരു മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഏകലക്ഷ്യം, കർത്താവേ, വേറെ ആര് വന്നില്ലേലും എന്നെ കാണാൻ വീട്ടുകാരോ സ്വന്തക്കാരോ ബന്ധുക്കളോ പാസ്റ്റർമാരോ ഒരുത്തനും വന്നില്ലേലും നീ വരണം. നീ വന്നില്ലേല് എന്റെ അവസ്ഥ കഷ്ടമാണ് കർത്താവേ. അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുക, അവൻ ഞാൻ എന്തെല്ലാം മാറ്റങ്ങളെ വരുത്താൻ വേണ്ടി പോവുകയാണ് എന്റെ ജീവിതത്തിൽ. The first verse we see that it's an attitude of worship. David, we are no strangers to the fact that David worships, that he sings, he makes music. But notice what is he singing about? He's singing about God's steadfast love and justice. If worship is not based on remembering God's love and justice, then that's not proper worship. And without proper worship, without remembering God's love and justice, you will not be able to realize what in your life is not aligned to His love and not aligned to His justice. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദാവീദ് രാജാവ് സങ്കീർത്തനം തുടങ്ങുമ്പോൾ പറയുകയാ, അവൻ സ്വന്തം ചെയ്യും, ഞാൻ കീർത്തനം പാടും കർത്താവേ, ഞാൻ നിന്നെ പാടി മഹത്വപ്പെടുത്തും. എന്താ അവന് പാടാനുള്ളത്? അവന് പാടാനുള്ളത് ആകെപ്പാടെ അവന്റെ ദയ. അവൻ സ്വന്തം ചെയ്യുന്നു, അവന്റെ ദയ, അവൻ സ്നേഹമുള്ള ദയ. ഹല്ലേലൂയ. ജസ്റ്റ് ദയയല്ല, ഇംഗ്ലീഷിൽ പറയാൻ ലവിംഗ് കൈൻഡ്നസ്, സ്നേഹമുള്ള ദയ. അത് മാത്രമല്ല, ജസ്റ്റിസ്, ന്യായം. കർത്താവേ, ഞാൻ അതിനെ കുറിച്ച് പാടും. അവൻ സ്നേഹമുള്ള ദയ കൊണ്ട് അവൻ എങ്ങനെ എന്നോട് ന്യായം കാണിച്ചു എന്നതിനെ കുറിച്ച് പാടും. പ്രിയമുള്ളവരെ, പലപ്പോഴും പാട്ട് അവൻ യഥാർത്ഥമായി മനസ്സിലാക്കി പാടിയില്ലെങ്കിൽ ആരാധന ശരിയാകത്തില്ല. കേവലം മധുരങ്ങൾ കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ പാടിയിട്ട് പോകാം. പാടുമ്പോൾ നീ അവന്റെ ദയയെക്കുറിച്ച് ഓർക്കണം, സ്നേഹമുള്ള ദയയെക്കുറിച്ച് ഓർക്കണം. മാത്രമല്ല, അവന്റെ ന്യായത്തെക്കുറിച്ച് ഓർക്കണം.
അവൻ എന്താ അവനെ ന്യായം? പാപത്തിന്റെ ശമ്പളം മരണമായിരിക്കെ, എന്നെ കൊല്ലേണ്ടിയിരിക്കെ അവൻ സ്വപ്നം ചെയ്യുന്നു. നമ്മളുടെ ബന്ധത്തിൽ ദാവീദ് രാജാവ് തന്നെ അനുഭവിച്ചില്ല. കൃപയാൽ നമുക്ക് ആ ഭാഗ്യം തന്നു. ആ ന്യായം വെളിപ്പെടുത്താൻ കാലത്തിന്റെ തേവങ്കൽസിന്റെ ഓമനപുത്രനെ സ്ത്രീയിൽ നിന്ന് ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി കൊണ്ടുവന്നിട്ട് അവനെ ശിക്ഷ അവന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് അവനെ പിച്ചി ചിന്തിയിട്ട് എന്നെ സ്വതന്ത്രനാക്കി എന്നോട് ദയ കാണിച്ച്, അതാണ് പഴയ നിയമകാലത്തുള്ള സകല യാഗങ്ങളും അതാ കാണിക്കുന്നത്. ജനം വന്ന് കൈ അങ്ങോട്ട് വെക്കുക, പാപമല്ല ആ യാഗമൃഗത്തിന് മേൽ ചുമത്തുക, അതിനെ കൊല്ലുക, എന്നിട്ട് എന്നോട് കാണിച്ച ദയ. എങ്ങനെ? ന്യായത്തോട് കാണിച്ച ദയ. ചുമ്മാ അങ്ങ് കണ്ണടച്ചതല്ല, പാർഷ്യാലിറ്റി കാണിച്ചതല്ല, ഫേവറിറ്റിസം കാണിച്ചതല്ല. അവൻ ന്യായമായി എന്നോട് കാണിച്ചതയ്യ. അവൻ അതോർത്ത് ഞാൻ കീർത്തനം പാടും. പാടുമ്പോ പാട്ടിനൊരു അർത്ഥമുണ്ടാകണം, പാട്ടിനൊരു മീനിങ് ഉണ്ടാകണം. കേവലം അങ്ങ് പാടി അവൻ ചൊല്ലുപോലെ പാടിപ്പോയാൽ പറ്റത്തില്ല. പാടുമ്പോ ചങ്കനകത്ത് അവന്റെ ന്യായമുള്ള ദയെക്കുറിച്ച് അല്ലെങ്കിൽ സ്നേഹമുള്ള ദയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ചിന്തിക്കണം. In verse 2 we already read that the psalmist is pondering the way that is blameless. We have to return and restore our thought processes to the standard that requires them to be. It's not just action. Action begins somewhere in your thought process. It's not enough that, I will work and try to, with my actions, try to get to God's standards. It needs to start with your thoughts. Your thoughts need to be aligned to God's standards. And only if your thoughts are aligned to God's standards do we see at the end of verse 2, I will walk with integrity of heart within my house. When there's nobody to watch you, when there's no one who's grading you, integrity means doing the right thing when nobody is watching. Are you willing to stay restored to God's standard when there's nobody grading you or critiquing you? ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണം. സെക്രട്ടറിക്കാരൻ പറയുക, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. ശ്രദ്ധ, അവൻ ചിന്ത, എന്റെ ചിന്ത അവൻ സ്വന്തം ചെയ്ത് നിഷ്കളങ്കമായ ഹോളിയസ്റ്റ് ആയിട്ടുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള മാർഗങ്ങളില് എപ്പോഴത് നിന്റെ ചിന്തയിൽ ആരംഭിക്കണം. ഹല്ലേലൂയ. പ്രവൃത്തി, അവൻ ഹൃദയം നിറഞ്ഞു കവിയുന്നത് അതരം പ്രസ്താവിക്കും, നിന്റെ പ്രവൃത്തിയിലും വരും. അവൻ ഹൃദയത്തിനകത്ത് നിന്റെ ചിന്ത, നിന്റെ ശ്രദ്ധ, നിന്റെ ഫോക്കസ് ഇന്ന് പകൽക്കാലം ഓർക്കണം. വർക്ക് അവിടെയാണ് നടക്കേണ്ടത്, നിന്റെ ഫോക്കസ്, നിന്റെ ചിന്തയില്. അതുകൊണ്ട് പറയുക, എന്റെ ഫോക്കസ് അവൻ സ്വന്തം നിഷ്കളങ്ക മാർഗമായിരിക്കും. കർത്താവേ, നിന്നോട് കൂടെയുള്ള മാർഗമായിരിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം പല കാര്യങ്ങൾ പരസ്യമായി ചെയ്യാറുണ്ട്. പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, ആരാധനയുണ്ട്, എല്ലാവരും കാണുമ്പോൾ ഭയങ്കര ഹോളിയൊക്കെയാ. പക്ഷേ പ്രശ്നം ഇതാ, നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നിന്റെ അടുക്ക് നിന്റെ ഭാര്യ ഇല്ലാതിരിക്കുമ്പോൾ, ഭർത്താവില്ലാതിരിക്കുമ്പോൾ, നിന്റെ അപ്പനില്ലാതിരിക്കുമ്പോൾ, അമ്മ ഇല്ലാതിരിക്കുമ്പോൾ, കൂട്ടുകാരില്ലാതിരിക്കുമ്പോൾ, നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രവൃത്തി എന്നുള്ളത് നിന്റെ ശ്രദ്ധ, നിന്റെ ചിന്തയെ, നിന്റെ ഫോക്കസിന് ആധാരമായിരിക്കും. അതുകൊണ്ട് സംഘടനകാരൻ പറയുക, കർത്താവേ, എന്റെ വർക്ക് ആദ്യം ഞാൻ തുടങ്ങാൻ പോകുന്നത് എന്റെ തോട്ട് പാറ്റേൺസിലാ, എന്റെ ഫോക്കസിലാ. കാരണം അവിടെ ഞാൻ ശ്രദ്ധ വെച്ച് ക്ലാരിറ്റിയിലേക്ക് വരുമ്പോൾ, അവിടെ ഞാൻ ഹോളിനെസ്സിലേക്ക് വരുമ്പോൾ എന്റെ ആക്ഷൻസിനും ഹോളിയുള്ളതായി തീരും. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യത്തില്ല, ആൾക്കാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ആരുണ്ടേലും ആര് അക്കൗണ്ടബിൾ ആക്കാൻ വന്നാലും ഇല്ലേലും നിഷ്കളങ്ക മാർഗത്തിൽ ഞാൻ എന്ത് ചെയ്യും? ശ്രദ്ധ വെക്കും. ഐ വിൽ ഫോക്കസ് അവൻ ഇന്നസെന്റ് വേ, പെർഫെക്റ്റ് വേ എന്നാണ് എഴുതിയിരിക്കുന്നത്. പെർഫെക്റ്റ് വേയില്, അവൻ സ്വന്തം നീതിയുള്ള അവൻ പെർഫെക്റ്റ് വേയില് ഞാൻ ശ്രദ്ധ വെക്കും. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ പറ്റുന്നൊരു ഗുണം എന്താണെന്നറിയാമോ? അപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെ പെരുമാറും, എങ്ങനെ ആക്ട് ചെയ്യും? നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ ഫോക്കസ്, നിന്റെ ചിന്ത. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തകളിലാണ് പിശാച് വന്ന് പ്രവർത്തിക്കുന്നത്. പലരോടും വെറുപ്പ് തോന്നാൻ, പലരോടും അകലിച്ച് പാലിക്കാൻ നിന്റെ ചിന്തയിലാണ് അറ്റാക്ക് വരുന്നത്. ഇന്ന് പകൽക്കാലം ആ ചിന്തയെ നീ ശുദ്ധമാക്കിയാൽ മറ്റുള്ളവരോടുള്ള നിന്റെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാകാൻ ഇടയാകും. നീ മറ്റുള്ളവരില്ലേലും നീ ഒറ്റയ്ക്കുള്ള പെരുമാറ്റത്തിലും ഒരു വേള ഇന്ന് പകൽക്കാലം ഓർത്തോണം, നമ്മുടെ ആൾക്കാരെല്ലാം ഉള്ളപ്പോ ഭയങ്കര സ്നേഹം കാണിക്കും. നിന്റെ ചിന്തയിൽ അവരോട് വക്രതയിലുള്ള ചിന്തയിലായിരിക്കും. ഇന്ന് പകൽക്കാലം ഓർത്തോണം, അതാ നീ ഫോക്കസ് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നിന്റെ ചിന്തകളിലും മാറ്റം വരും. ആരുണ്ടേലും ഇല്ലേലും നിഷ്കളങ്ക ഹൃദയത്തോട് പെരുമാറാനുള്ള ഗ്രേസ് നിനക്ക് ലഭിക്കാനിടയാകും. അത് ദൈവത്തിന്റെ മാനദണ്ഡത്തോടും അടുത്തിരിക്കും. How should we restore our thoughts and our actions and our surroundings to not turn back to folly that separated us from God in the first place? We talked about in Psalm 85, let them not lift their hands to do folly again, turn back to folly again. So we see
what the psalmist decides and ordains in his heart not to do anymore. Verse 3, I will not set before my eyes anything that is worthless. I hate the work of those who fall away. Again, turning back to folly. It shall not cling to me. It shall have no association with me. I shall purge myself of those Hallelujah. activities, of those behaviors, of those practices, making those decisions. I will not set before me. I won't even create any opportunity, entertain even the thought of putting myself in the situation for me to potentially fall away. പ്രിയമുള്ളവരെ, അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ താൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ പോകുക. ഈ കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കേണ്ടതിന്, നീതിയുള്ള വിശുദ്ധിയുള്ള മാർഗത്തിൽ നടക്കേണ്ടതിന്, അവൻ ദൈവം എന്റെ അടുക്കൽ ഇറങ്ങി വരത്തക്കവണ്ണം അവൻ നിഷ്കളങ്ക ഹൃദയത്തോടെ ഞാൻ വീട്ടിൽ പെരുമാറേണ്ടതിന് ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും. നിങ്ങളറിയാം, നമ്മൾ വായിച്ച താക്കോൽ വാക്യത്തിൽ 55-ാം സങ്കീർത്തനത്തില് ആദ്യം സങ്കീർത്തനക്കാരൻ പാടി അവൻ സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. അടുത്ത് പറയാ, ഞങ്ങളോടുള്ള നിന്റെ നീരസം. അപ്പം നീരസപ്പെട്ടിരിക്കുകയാണ് ദൈവം. ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ നടക്കാതിരിക്കാൻ കാരണം അവന്റെ സാന്നിധ്യം നിന്റെ അടുക്കലില്ല. അവന് ചില നീരസം. അവൻ ലോകത്തിന്റെ മനുഷ്യനെ പോലുള്ള നീരസമല്ല. ബിക്കോസ് ഹി ഹാസ് സംതിങ് ടുവേർഡ്സ് യു. അവന്റെ ഹൃദയം നിന്നോട് അല്പം നീരസപ്പെട്ടിരിക്കുക. കാരണം അവൻ ആഗ്രഹിക്കുന്ന അളവിൽ നീ വളരാത്തത് കൊണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പൊട്ടിക്കെറിഞ്ഞ് പറയുക, ഞങ്ങളുള്ള നീരസം മതിയാക്കണമേ. പിന്നെ പുള്ളി പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യും. ഹല്ലേലൂയ, ഞാൻ യഹോവ അരുളി ചെയ്തത് കേൾക്കും. ഹല്ലേലൂയ, ഞാൻ കേൾക്കും. അപ്പോൾ അടുത്ത പറയുക, അവൻ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഞാൻ യഹോവ അരുളി ചെയ്യുന്നത് കേൾക്കും എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുക, അങ്ങനെ കേൾക്കുമ്പോൾ ദൈവം തന്റെ ജനത്തോട് സമാധാനം അരുളും. എന്നിട്ട് അവൻ സ്തോത്രം ചെയ്യുന്നു. അടുത്തത് ദൈവം പറയുന്ന ഒരു കാര്യം, എന്നാൽ ഭോഷത്വത്തിലേക്ക് വീണ്ടും ജനം കൈ നീട്ടാതെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്ന് പകൽക്കാലം പലപ്പോഴും ഭോഷത്വത്തിലേക്ക്, ഫൂളിഷ്നെസ്സിലേക്ക് കൈ നീട്ടുന്നത് കൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും പ്രവൃത്തി വിശുദ്ധി ഇല്ലാത്തതായിട്ട് മാറുന്നത്. എന്റെയും നിങ്ങളുടെയും പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായി മാറുന്നത്. അതുകൊണ്ട് തീരുമാനങ്ങൾ സങ്കീർത്തനക്കാരന് അവൻ സ്വന്തം 3-ാം വാക്യത്തില് എടുക്കുകയാണ്. ഹല്ലേലൂയ, അവൻ പറയുന്നു, ഒന്ന്, എന്റെ കണ്ണിന് മുമ്പില് അവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യവും ഞാൻ വെക്കുകയില്ല, ഒരു പാപവും ഞാൻ വെക്കുകയില്ല. ആരുണ്ടേലും, ആര് ചോദിച്ചാലും ഇല്ലെങ്കിലും, ആര് കണ്ടാലും ഇല്ലെങ്കിലും എന്റെ കണ്ണുമായിട്ട് ഞാനൊരു നിയമം ചെയ്യുക. എന്റെ കണ്ണിന് മുമ്പിൽ ഒരു നീചകാര്യവും വെക്കയില്ല. അവൻ അടുത്തതായിട്ട് അവൻ പറയുന്നു, അവൻ ക്രമം കെട്ട് നടക്കുന്നവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, ക്രമക്കേടിൽ നിന്ന് മാറ്റും. ഇന്ന് പകൽക്കാലം എത്രയോ ഇടങ്ങളില് ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്രമക്കേടുകൾ നമുക്കുണ്ടെന്നറിയാമോ? എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. ഓർഡർ തെറ്റിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രമക്കേട് എന്ന് പറയും. എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ക്രമമുണ്ട്. അവൻ എല്ലാ കാര്യങ്ങൾക്കും ഓരോ ക്രമങ്ങളുണ്ട്. അവൻ ഓർഡർ ഉണ്ട്. ഓർഡർ തെറ്റിച്ചാല് ക്രമക്കേടെന്ന് പറയും. ഇവിടെ പറയുന്നു, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ അവൻ ഞാൻ വെറുക്കുന്നു. ഇന്ന് പകൽക്കാലം ഇരിക്കുമ്പോൾ ആലോചിക്കാൻ, കർത്താവേ, അവൻ സ്വതന്ത്രം ചെയ്യുന്നു. അവൻ am I right in with you? അവൻ നിന്നോട് ഞാൻ ക്രമത്തിലാണോ അതോ നിന്നോട് ക്രമക്കേട് ഞാൻ കാണിക്കുന്നുണ്ടോ? നിന്നോടുള്ള ബന്ധത്തില് അവൻ ഈ ലോകവും നീയും വരുമ്പോൾ നിന്നോട് ഞാൻ ക്രമക്കേട് കാണിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. കാരണം ഇവിടെ പറയുക, സംഘത്തിനക്കാരൻ പറയുക, ഞാൻ റൈറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റുന്നൊരു കാര്യം, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ വെറുക്കാൻ എന്റെ ഹൃദയം അവൻ പ്രേരിപ്പിക്കപ്പെടും. ഒരിക്കലും അവരോട് ചേർന്ന് സാരമില്ല എന്ന് കെട്ടുപിടിക്കത്തില്ല. നോ, റോങ് ഇസ് റോങ്. അത് തന്നെയാ കർത്താവിന്റെ മേശ എടുത്തു കഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവൻ ക്രമം കെട്ട് നടക്കുന്നവരെ ബുദ്ധി ഉപദേശിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മേശയിലേക്ക് നീ ഭാഗഭാക്കാകുമ്പോൾ നിന്റെ ഒരു കർത്തവ്യമാ. whenever you see അത് പാസ്റ്റർ ആണെങ്കിലും ബുദ്ധി ഉപദേശിക്കണം. അവൻ സ്നേഹത്തോട് വന്ന് പറയണം, അവൻ പാസ്റ്ററിന്റെ ഉള്ളത്തില് ഈ ഫീലിംഗ് ഉണ്ടാകുന്നു, അവൻ ക്രമക്കേട് ഒന്ന് അകറ്റണേ. അതാ ഒരു യഥാർത്ഥ സ്നേഹിക്കുന്ന ഒരു ഭക്തന്റെ അടയാളം. അതാ അവൻ ക്രമം കെട്ട് നടക്കുന്നവരെ കാണുമ്പോൾ അത് ആരാണെന്ന് മുഖം നോക്കത്തില്ല. സ്നേഹമുള്ളത് കൊണ്ട് അത് ചെയ്യുന്നത്. സ്നേഹമില്ലെങ്കിൽ അവൻ പോകുന്ന വഴിയെ പോയിട്ട് നാശത്തിലോട്ടല്ലേ പോകുന്ന ചിന്തിക്കും. ഇല്ലെങ്കിൽ പറയും, ക്രമം കെട്ട പ്രവൃത്തിയെ നീ ഒന്ന് കറക്റ്റ് ചെയ്യുക, അത് നിനക്ക് ശുഭമാ, നിനക്ക് അനുഗ്രഹമാ. അവൻ സ്വന്തം ഇവിടെ പറയുക, അവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഹാർട്ടിനെ അലൈൻ ചെയ്യുമ്പോൾ ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ വെറുപ്പാൻ നമുക്കിടയായി തീരും. ആമേൻ. Time is flying by, so let me move on. It says in verse 4, a perverse heart shall be far from me. Amen. I will know nothing of evil. We talked about in verse 2, oh, when will you come to me? God's presence is incompatible with perverseness. He will not dwell anywhere close to perverseness. That's why a perverse heart should be far from you, so that God's presence can be near to you. Amen. I will know nothing of evil. Sometimes
justify our presence and our close association with evil, saying, I'm not practicing it, I'm just getting to know it so that I can be in the know. I'm not going to do it. I'm just going to learn more about it so that I can be wise and know about the world. But if you put yourself in such association, such an exposure with the world, you're justifying yourself, you're finding loopholes. But the psalmist is saying, I will know nothing of evil. Don't worry about, am I going to be too naive? When the presence of God is dwelling in you, He will give you the wisdom to understand and to differentiate and to know. He will give you the wisdom. Don't go trying to figure out more about evil by yourself. So I can use this to stay in holiness. Amen. Depend on His power. And if there's anything perverse in you, He will not come near you or dwell in you. പ്രിയമുള്ളവരുടെ അവിടെ നാം വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുക, വക്രഹൃദയം എന്നോട് അകന്നിരിക്കും. അവൻ വക്രതയുള്ള ഹൃദയത്തിന് ഒരിക്കലും അവൻ ദൈവത്തോട് അടുത്ത് വരാൻ കഴിയുകയില്ല. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ എന്ത് ചെയ്യത്തില്ല, അറിയുകയില്ല. പലപ്പോഴും അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്, ഞാനത് ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ എന്ന് പകൽക്കാലം കർത്താവ് പറയുക, ദുഷ്ടതയെ അറിയാൻ പോലും ദൈവം നിന്നെ അനുവദിച്ചിട്ടില്ല. അവൻ അതിനെ അടുത്തറിയാൻ നീ പോകേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഉള്ളപ്പോൾ, വചനം നിന്നോടുകൂടെ വ്യാപരിക്കുമ്പോൾ, നന്മയും തിന്മയും തിരിച്ചറിയാൻ ദൈവം ഞാൻ നിന്റെ ഉള്ളിൽ തരും. ചിലർ പറയും, ഞാനത് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പോകുന്നേ ഉള്ളൂ, ഒന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ, ലോകമെല്ലാം ഒന്ന് അറിയണ്ടേ. വേണ്ട, നീ പോകേണ്ട കാര്യമില്ല. ജ്ഞാനം, വചനം പരിശുദ്ധാത്മാവിൽ കൂടി നിനക്ക് തരും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുക, വക്രതയും അകന്നിരിക്കും എന്ന് പകൽക്കാലം. അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ വാക്യം എടുത്താലും ദൈവം പറയുക, നീ വക്രതയുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ യു വിൽ ബി വേ ഫാർ ഫ്രം ഗാഡ്. നീ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കും. അത് നിന്നോടുള്ള ബന്ധത്തിൽ എടുത്താൽ ഓർക്കണം, നീ ഒരു ആത്മീയനാണെങ്കിൽ വക്രതയെ നിന്റെ ഹൃദയത്തോട് നീ അകറ്റും. അടുത്തത്, ദുഷ്ടതയെ ഞാൻ അറിയത്തുപോലുമില്ല. വിക്കറ്റ്നെസ് ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ അറിയത്തുപോലുമില്ല. മാത്രമല്ല, നാമം അപ്രകാരമായിരിക്കണം. ദുഷ്ടതയെ അടുത്തറിയാൻ വേണ്ടി കടന്നു പോകാൻ ജസ്റ്റിഫൈ ചെയ്തിട്ട് ലൂപ്പോൾ കണ്ടുപിടിച്ചിട്ട് ദൈവമില്ലാത്തിടത്ത് നീയും പോയി നിൽക്കാനായിട്ട് ഇടയാകല്ല. അങ്ങനെ പോയാൽ ആ പത്രോസ് ചെയ്തതുപോലെ കർത്താവിനെ തള്ളി പറയേണ്ടി വരും, കർത്താവിനെ പ്രാകേണ്ടി വരും. നീ ഇരിക്കേണ്ടിടത്ത് ഇരിക്കണം, നീ നിൽക്കേണ്ടിടത്ത് നിൽക്കണം. ഇല്ലെങ്കിൽ അവരോടുകൂടെ ചൂടുകായാൻ പോയവരുണ്ടല്ലോ, അറിയാതെ നീ വാഗൊണ്ട് നാഥനെ പ്രാകേണ്ടി വരും. അവിടെ നിന്ന് പകൽക്കാലം സങ്കീർത്തനക്കാരൻ പറയുന്നു, വക്രതയം എന്നോട് അകന്നിരിക്കും, വക്രതയെ ദുഷ്ടതയെ ഞാൻ അറിയുക പോലുമില്ല. For lack of time, I'm just going to talk about verses 5 and verse 8 and conclude my thoughts. സമയത്തിന്റെ 5-ഉം 8-ഉം വാക്യങ്ങൾ പറഞ്ഞ വാക്കുകളെ ചുരുക്കുകയാണ്. Verse 5 applies to all of us. It says, whoever slanders his neighbor secretly, I will destroy. But this is, think about it also in the terms of the psalmist. Whatever is inside of you that's causing you to slander your neighbor secretly, destroy that from inside of you. Pluck it out, destroy it, exterminate it from inside of you, because that's where God is supposed to dwell, and His presence is not compatible with this kind of behavior. And that's us, because God's not saying, whoever slanders publicly, whoever goes out and slanders people, saying inside of your heart, your thoughts, if you are slandering people secretly inside of your heart of hearts, you need to destroy that behavior, because God is against it. Whoever has a haughty look and an arrogant heart, I will not endure. If God cannot endure it, if you want to be restored to God's standard, then that means if He can't endure it, then I should not endure it as well. പ്രിയമുള്ളവരെ, അവിടെ 5-ാമത്തെ വാക്യത്തിൽ പറയുക, കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യും, നശിപ്പിക്കും. അവിടെ ഏഷ്ണി എന്ന് പറയുന്ന വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ പ്രൈവറ്റ് ആയിട്ട് സ്ലാൻഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ രഹസ്യമായി ഏഷ്ണി പറയുന്ന, ഒരുപക്ഷെ അതിന്റെ ഉള്ളത്തിലായിരിക്കാം, ആരും അത് അറിയുന്നത് പോലുമില്ല. അവൻ കേൾക്കാതെ മാറി നിന്ന് ആ വ്യക്തിയെ കുറിച്ച് പറയുന്നതായിരിക്കാം. ഇവിടെ പറയുക, അങ്ങനെയുള്ളവരെ ഞാൻ എന്ത് ചെയ്യും, നശിപ്പിക്കും. ദൈവത്തിന് ഹേറ്റുള്ള ഏറ്റവും വലിയൊരു വെറുപ്പുള്ള ഒരു കാര്യം, നമ്മളൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാ. പരിശുദ്ധാത്മാ പറയുന്നു, അവൻ വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ അവൻ സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ. ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്ന് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. ഏഷ്ണി പറയുന്നത് അവസാനിപ്പിക്കണം. കൂട്ടുകാരനെ കുറിച്ച് ഏഷ്ണി പറയുന്നത്, സ്ലാൻഡർ ചെയ്യുന്നത്, രഹസ്യമായി അവനെ കുറിച്ച് ദോഷം പറയുന്നത് അവസാനിപ്പിക്കണം നിന്റെ ഹൃദയത്തിൽ പോലും. കാരണം അവൻ സകലത്തെയും കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മ പറയുക. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമം വിശുദ്ധരാകണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൊതിയ പ്രിയമുള്ളവരെ എന്ന് പകൽക്കാലം പരിശുദ്ധനോട് പറയുക. അവിടെ പറയുന്നു, അവൻ സ്വന്തം ചെയ്യുന്നു, അങ്ങനെയുള്ളവനെ അവൻ നശിപ്പിച്ചു കളയുന്ന പറയുന്നത് ഏഷണി. അപ്പൊ നമ്മൾ വിചാരിക്കും, അപ്പൊ എന്താ ദൈവമേ, അപ്പൊ പാപത്തിന്റെ ലിസ്റ്റില്
ഏതിനാണ് ഞാൻ വീഴുന്നത്? അവൻ സംരക്ഷിക്കും. നമ്മൾ പലപ്പോഴും ലിസ്റ്റിൽപ്പെട്ട പാപം നോക്കുക. ഇവിടെ പറയുക, ഏഷ്ണി പറയുന്നവനെ നശിപ്പിക്കുന്ന അവൻ കുറവ്. അവൻ രഹസ്യമായി ഏഷ്ണി പറയുന്ന അവൻ പ്രൈവറ്റ്ലി അവൻ സ്ലാൻഡറിങ്, അത് നാശത്തിന് യോഗ്യമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? അടുത്ത പറയുക, സ്തോത്രം ചെയ്യുന്നു, ഉന്നത ഭാവവും അവനെ സഫർ ചെയ്യത്തില്ല. മലയാളത്തിൽ സഹായിക്കത്തില്ല, അങ്ങനെയല്ല, അവനെ സഹിക്കാൻ പറ്റില്ല. നമ്മൾക്കൊക്കെ എത്ര ഉന്നത ഹൃദയമല്ലേ? പലപ്പോഴും ആരെയും അവരോട് സംസാരിക്കാതെ അകന്നു പോകുമ്പോൾ എന്തുകൊണ്ടാ അമ്മേനെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോയി ഇടപെടാതെ. അതാ പറയുക, ഉന്നത ഭാവവും നിഗളതയും കർത്താവേ, പരിശുദ്ധാത്മാവ് മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. ഇന്ന് പകൽക്കാലം പലപ്പോഴും പല വീടുകളിൽ പല ആൾക്കാരോട് പോയി ഇടപെടാതിരിക്കുമ്പോൾ, സുവിശേഷം പറയേണ്ടവരോട് ഇടപെടാതിരിക്കുമ്പോൾ പലപ്പോഴും നിന്റെ ഉന്നത ഹൃദയമാണ് അതിന് കാരണം. നിന്റെ നികള ഹൃദയമാണ്, നീ അത് അറിയുന്നില്ല. പക്ഷെ നിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന പല പാപങ്ങളുണ്ട്. ഇവിടെ പറയാം, അങ്ങനെയുള്ളവൻ ഞാൻ സഫർ പോലും ചെയ്യത്തില്ലെന്ന പിന്നെ ക്ഷമിക്കുന്നത് സഹിക്കത്തില്ല ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈ പാപത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവേ, അവൻ സ്വന്തം കംപ്ലീറ്റ്ലി കുറവുള്ളവനായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. വചനത്തിന്റെ ആ മാനദണ്ഡം വെച്ചൊന്ന് മെഷർ ചെയ്താൽ ഹൂ ക്യാൻ ബി റൈച്ചസ്? അതുകൊണ്ട് നല്ലവൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അവിടെയോ നമ്മൾ യേശുവിനെ ആരാധനയുടെ ആ കാതലും ആ കോർണസും, അവിടെയോ നമ്മുടെ സന്തോഷം. എന്റെ ദൈവമേ, എനിക്ക് തന്നെത്താൻ ഫിക്സ് ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ, എന്റെ സ്വഭാവം ജഡത്താൽ എന്റെ നേച്ചർ അത് പെട്ടിരിക്കുമ്പോൾ എങ്ങനെ എനിക്ക് എന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടണം, അതുകൊണ്ടാണ് സ്നാനമായിട്ട് യേശുവിനെ ധരിക്കണം. കാരണം യേശുവിനെ ഇടാതെ നിനക്ക് കവറില്ല. പാപമോചനത്തിലുള്ള മാമോദിസ ഏകമെന്ന് ഞങ്ങൾ ഏറ്റുചൊല്ലുന്നു. മാമോദിസ വിശ്വാസത്താൽ ആയിരിക്കണം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ്. ആരെങ്കിലും സ്നാനപ്പെടാതിരിക്കുന്നെങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് ഈ നിമിഷം നാളെ നമുക്കുള്ളതല്ല. കാരണം ആ കവറിങ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. ആ ക്രിസ്തുവാകുന്ന കവറിങ് ഇല്ലാതെ, അത് ഗലാത്യലേഖനങ്ങൾ വായിച്ചു വന്നിട്ട് പറയുക, സ്നാനത്തിൽ നിങ്ങൾ അവനെ ഇട്ടിരിക്കുന്നു, നീ ക്രിസ്തുവിനുള്ളിൽ മറഞ്ഞിരിക്കുന്നു. കാരണം ഈ സങ്കീർത്തനമൊക്കെ വെച്ച് എന്നെ വിധിച്ചാൽ പെർഫെക്റ്റ് ആകാൻ ആർക്ക് കഴിയും? ഒരുത്തിന് പോലും കഴിയത്തില്ല. നമ്മളൊക്കെ ഇല്ലേ, ഞാൻ പറയുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിലെ കുറവ് ഒത്തിരി ഒത്തിരി കണ്ണിന് മുമ്പാകെ കാണുക. അവൻ ഉന്നത ഭാവവും നിങ്ങള ഹൃദയവും. ഹല്ലേലൂയ. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ യേശുവിനെ എത്രയോ വട്ടം പ്രയാസം തോന്നുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മള് പ്രത്യേകിച്ച് പാസ്റ്റർമാർക്ക് ഏറ്റവും പ്രശ്നം അത്. അവൻ സ്വന്തം അവരുടെ ഉള്ളത്തെ വിഷമം വരും അങ്ങ് പറയും. അവൻ സ്വന്തം ആരും കേൾക്കുന്നില്ല, പറയുന്നവര് കേൾക്കുന്നില്ലെങ്കിലും ഉണ്ടല്ലോ, അറിയാതെ വായിക്കൂടത് വരും. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ആർക്ക് ദിവസം നീതിമാന്മാരാകാൻ പറ്റും? ഇന്ന് പകൽക്കാലം അതാ ഈ ആരാധനയുടെ മഹത്വം. ദാറ്റ് ഈസ് ദി ഗ്രേറ്റ്നെസ് ഓഫ് ക്രൈസ്റ്റ്. കാൽവറിയിൽ അതാ ഞങ്ങളുടെ ആദ്യം പാടിയ പാട്ടിൽ, കാൽവറി ദർശനം കാണുന്നതിന്റെ മുമ്പിനാൽ, അവൻ മുമ്പിൽ അൻപിനാൽ ഉള്ള എന്റെ കണ്ണ് നിറയുന്നത്. കർത്താവേ, ഞാൻ വന്ന് ആരാധിക്കാൻ നിൽക്കുമ്പോൾ ഒരു യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ കാൽവറിയിലെ ദർശനം, എനിക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന യേശു, അവന്റെ ചങ്കിലെ ചോര ഒഴുകുന്ന ദൃശ്യം, അതെന്നെ യോഗ്യനാക്കുന്ന കാണുമ്പോൾ എന്റെ വർഷിപ്പ് മാറുകയാ. ഞാനിവിടെ ആരാധിക്കുന്ന എന്റെ ഗുണം കൊണ്ടല്ല, എന്റെ യേശു മരിച്ചത് കൊണ്ടാണ് അറിയുമ്പോൾ അവൻ എന്റെ ദൈവമായി മാറുമ്പോൾ. ഹല്ലേലൂയ. രണ്ടാമത്തെ പാട്ട് ഞങ്ങൾ പാടി, യേശുനാഥാ നീ എന്റെ ദൈവം, യേശുനാഥാ നീ എന്റെ ആശ്രയം, യേശുനാഥാ നീ എന്റെ പാറ, യേശുനാഥാ നീ എന്റെ കോട്ട. അന്നേരം അവന്റെ ആരാധന മഹത്വം. കാരണം അവൻ വചനത്തിന്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ, ലോർഡ് ഐ ആം സോ ഇംപെർഫെക്റ്റ്, എനിക്ക് അടുത്തു വരാൻ യോഗ്യതയില്ല. അതുകൊണ്ട് രക്ഷ വളരെ ആവശ്യം. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ കൊടുക്കപ്പെട്ട വേറൊരു നാമവുമില്ല, വേറൊരുത്തരും എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതാകുന്നു സുപ്രസാദകാലം. ഫേസ്ബുക്ക് ലൈവ് ആയിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് ഈ നിമിഷം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് നൽകാൻ കഴിയുക. നോക്കൂ, ഉന്നത ഭാവമുള്ളവനെ കർത്താവ് അവൻ സഹിക്കുന്ന പോലുമില്ല, നിഗളമുള്ളവനെ ഒരിക്കലും സഹിക്കത്തില്ല. പിന്നെ ആർക്ക് നീതിമാനാകാൻ കഴിയും? A lot of times, 6 and 7, I have thoughts about it, but we don't have time to discuss. It's about who you surround yourself with. Who do you surround yourself with? People who are like-minded and continually being restored to God's standard. Who are you allowing to dwell with you? In 1 Corinthians chapter 15, verse 33, it says, "Don't be deceived. Bad company corrupts good character." But let me move
on to verse 9. ഒരു കാര്യം ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, 6 വാക്യങ്ങളില് അമേൻ സ്വന്തം നീ നന്മ പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നീ ആരാണ് നിന്റെ സറൗണ്ടിങ് എന്ന് ഉറപ്പുവരുത്തണം. നീ ആരാധിക്കുന്ന ആരുടെ കൂടെയാണ്, അമേൻ നിന്റെ കൂട്ടുകെട്ട് ആരുടെ കൂടെയാണ്, നീ എവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ 6-ാമത്തെ വാക്യത്തില് ഞാൻ പറയാം, നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവനാകും എനിക്ക് മിനിസ്റ്റർ ചെയ്യുന്നത്. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നതോട് കൂടെയായിരിക്കും എന്റെ ആരാധന. ദൈവവ്യവസ്ഥയിൽ നടക്കുന്നതോടൊപ്പമായിരിക്കും എന്റെ കൂട്ടായ്മ. അത് കൂട്ടുകാരാണേലും എന്റെ ചോയ്സ് ലോകമനുഷ്യനായിരിക്കും. ലോകരെ സ്നേഹിച്ചോ സുവിശേഷം പറഞ്ഞോ, നിന്റെ കൂട്ടുകെട്ട് എപ്പോഴും ദൈവമക്കളുമായിട്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവൻ സ്വന്തം ചെയ്യുന്നു, അവൻ ദുഷ്ട കൂട്ടുകെട്ട് നല്ല സ്വഭാവത്തെ കെടുക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ആരെ കൊണ്ട് എന്നെ ചുറ്റുമെന്ന് അവൻ തീരുമാനിക്കുന്ന സംഘത്തിനെക്കാൻ പറയുക. സമയം മുമ്പോട്ട് പോകട്ടെ. Verse 9, last verse says, morning by morning I will destroy all the wicked in the land. Now David is the king of the land, so all the inhabitants of the land, all the things that are going on in the land, he is in control of. You are in control of what comes in your body, what comes out, what you are engaged with in your day to day. What will you allow to continue in your kingdom? What will you allow to continue in this abode that you want God to come back to and dwell? Amen. It's about coming back to. God may have dwelt in it before, but when sin came, he went away. Now you're repenting, now you're wanting him to come back to restore yourself to that standard so that he can come back. So what needs to happen? Not just a single purging of the evil and asking God to come back just to chase him away again with the evil. Morning by morning, I will destroy all the wicked in the land. Continual repentance. Not just when you come to church, not when you sing a specific song, not when someone has to remind you. Continual repentance, reminding yourself where you have fallen from and coming back to it. Morning by morning, destroy all the wickedness that is inside of your heart, that is inside of your life. Cut off all the evildoers, all the things that are whispering inside of you and telling you to do things that are apart from God's standard, because you are supposed to be the dwelling place of God. You are the city of God. Yes, we have a heavenly abode, a heavenly Jerusalem that we're heading towards, but currently, if you want God's presence, if you want this Holy Spirit to dwell in you, Psalm 51, David's crying, take not your Holy Spirit from me. You need to be the city of the Lord where his presence dwells. Therefore, morning by morning, there needs to be a continual cleansing and a continual purging of evil from your life. പ്രിയമുള്ളവരെ, അവസാന വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, യഹോവ നഗരത്തിൽ നിന്ന് സകല ദുഷ്ടപ്രവർത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. നിങ്ങൾക്കറിയാം, ദാവീദ് രാജാവ് അവൻ സ്വന്തം ചെയ്യുന്ന യഹോവ നഗരമായ യെരൂശലേമിലെ രാജാവാണ്. തന്റെ രാജ്യത്തിലെ സകല ദുഷ്ടതയും അകറ്റേണ്ടത് തന്റെ അധികാരത്തിന് കീഴിലുള്ള കാര്യമാണ്. താൻ പറയുകയാണ്, രാവിലെ തോറും അവൻ സകല ദുഷ്ടന്മാരെയും ഞാൻ നശിപ്പിക്കും. അതിന്റെ അർത്ഥം മർമ്മമായി, ആത്മീയ മർമ്മമായി ഇങ്ങനെ ചിന്തിക്കാം. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. അവൻ എന്താണ് യഹോവ നഗരം, എന്താണ് സിറ്റി ഓഫ് ദ ലോർഡ്? ഞാനും നിങ്ങളുമാണ് യഹോവ നഗരം. ബൈബിൾ പഠിച്ചാൽ ഈ യഹോവ നഗരം എന്ന് പറയുന്ന യെരൂശലേം ഒരിക്കൽ ഉൽപ്പത്തി പുസ്തകത്തില് അത് ജാതികളുടെ ഒരു നഗരമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ വെറുത്തൊരു നഗരം, ദൈവമക്കളെ വെറുത്തൊരു നഗരം. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ യോശുവയ്ക്കും കൂട്ടത്തിനുമെതിരെയൊക്കെ യുദ്ധത്തിന് വരുന്ന അവൻ ഈ യെരൂശലേമിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ന്യായന്മാരുടെ പുസ്തകത്തിൽ ദൈവമക്കൾ വസിക്കാത്തൊരു നഗരമായ യെബൂസ്യ നഗരമായ യെരൂശലേമിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല ദാവീദ് രാജാവ്, നല്ല യേശു നായകന് അവൻ സ്വന്തം ചെയ്യും. ദാവീദ് രാജാവ് ആ നഗരത്തെ കീഴടക്കിയിട്ട് യഹോവ നഗരമാക്കി മാറ്റി. അതുപോലെ അവൻ സ്വന്തം കാലത്തിന്റെ തികവെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മെ കീഴടക്കി. അവൻ ഒരിക്കൽ നാം ദൈവമില്ലാത്തവരായി, ദൈവമക്കളെ വെറുക്കുന്നവരായി ജീവിച്ചിരുന്ന നമ്മെ ക്രിസ്തു കീഴടക്കി നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ നമ്മൾ വന്ന് വാഴുവാൻ തുടങ്ങി. ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും, യേശുവിന്റെ കാലമായപ്പോൾ ഈ നഗരം ദൈവത്തെ വിട്ടകന്ന് മാറിക്കളഞ്ഞു. ഹല്ലേലൂയ. അവൻ സ്വന്തം യേശുവിനെ വിളിക്കുക വെള്ള തേച്ച ശവക്കല്ലറകളെ. ബൈബിൾ പറയാ, നഗരത്തെ കണ്ട് അതിനെക്കുറിച്ച് കർത്താവ് എന്ത് ചെയ്യുക? കരയുക. ദാവീദിന്റെ നഗരമായെങ്കിലും, യേശു കീഴടക്കിയ നഗരമായെങ്കിലും, ഇപ്പോൾ ജസ്റ്റ് അവൻ പുറമേ മാത്രം ഭക്തിയും അകത്തെ കടിച്ചു തീർന്ന ചെന്നായിക്കളായും അവൻ സ്വന്തം വെള്ള തേച്ച ശവക്കല്ലറകളെ പോലെ യെരൂശലേം ആയപ്പോൾ യേശു ക്രിസ്തു കഴുതപ്പുറത്ത് പോയി അവിടെ ചാട്ടവാർ എടുത്തിട്ട് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കടിച്ചു പുറത്താക്കുന്ന ചിത്രം കാണാൻ കഴിയും. അവൻ ഇന്ന് പകൽക്കാലം ആ ചിത്രം വെച്ച് നോക്കുമ്പോൾ ആരാണ് ഇവിടെ നഗരം? പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമാ. ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ ഹൃദയത്തിൽ
ഹൃദയത്തില് ദുഷ്ടത വസിപ്പാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു പണ്ട് നിങ്ങൾ ഒരു തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു സ്വന്തം ലഘുലേഖ വായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ട്രാക്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ യേശു അതിനെ കുറിച്ച് പറയുന്നുണ്ട്, വായിലോട്ട് പോകുന്നതോ ഒന്നുമല്ല നമ്മളെ അശുദ്ധമാക്കുന്നത്, പിന്നെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ കുറിച്ച് മത്തായിലും മർക്കോസിലും പറയുന്നുണ്ട്. അത് ഒന്ന് എടുത്തു നോക്കിയാൽ ഇവിടെ ദാവീദ് രാജാവ് പറയുക, ദുഷ്ടന്മാരെയൊക്കെയും രാവിലെ തോറും നശിപ്പിക്കും. എങ്ങനെയാ? വൈകുന്നേരമാകുമോ നീ വന്ന് ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്യണം. കിടക്കുന്നതിന് മുമ്പ് കർത്താവ് ഇന്ന് പകൽ ഞാൻ എങ്ങനെ ജീവിച്ചു, അവിടെ റിപ്പന്റൻസ് ഉണ്ടാകണം. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ അടുത്ത പ്രവൃത്തിക്ക് വേണ്ടി പോകും. കർത്താവേ, ഐ സി എവിടെ ആ മാനസാന്തരം, ആ രാത്രി നീ കിടന്നുറങ്ങുമ്പോൾ മാനസാന്തരം, രാവിലെ ഇനി ഞാൻ അത് ചെയ്യത്തില്ല, ആ പ്രവൃത്തി ഞാൻ കൊല്ലുകയാ, ഇന്നലെ ആ പ്രവൃത്തി ഞാൻ നശിപ്പിക്കാന്ന് പറഞ്ഞ് രാവിലെ തോറും ദുഷ്ടന്മാരെയൊക്കെ നശിപ്പിക്കുന്ന അവസ്ഥകൾ. എന്തിനാ? വിശുദ്ധിയിൽ മുന്നേറാൻ. സ്വന്തം പ്രിയമുള്ളവരെ, മാനസാന്തരം എന്ന് പറയുന്നത് രാവിലെ തോറും നശിപ്പിക്കും. ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ മൊത്തം നശിച്ചു വരത്തില്ല, അത് വീണ്ടും ഒന്നെന്ന് വരും. അത് കണ്ടിന്യൂസ് പ്രോസസ്സാ. ഹല്ലേലൂയ. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാ. ഒരു ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ച വന്ന ദിവസം പറഞ്ഞു, സ്വന്തം ഞാൻ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാം രക്ഷിക്കപ്പെടും. ഒരു ത്രിമാന പ്രവൃത്തിയെ കുറിച്ച് മുമ്പ് യേശുവിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് യേശു രക്ഷിക്കപ്പെട്ടു, ആത്മാവിന്റെ രക്ഷ നടന്നു. പക്ഷെ ഓരോ ദിവസം കുറവ് വരിക, പാപജടത്തിൽ ലഭിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. കൺഫസ് കണ്ടിന്യൂസ്. നാം രക്ഷിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിച്ചവന്റെ വചനത്തെ പ്രമാണിച്ചവനോട് ഈ വചനപ്രകാരം ജീവിതത്തിന്റെ കുറവുകളെ ക്രമീകരിച്ച് വിശുദ്ധീകരിക്കുന്നവർ ആ പവർ, ആ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് രൂപാന്തരം പ്രാപിച്ച് വാനമേങ്ങൾ എടുക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകുതി സങ്കീർത്തനം വായിക്കുമ്പോൾ പറയാം, കർത്താവേ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, യഥാസ്ഥാനപ്പെടത്തക്കവണ്ണം എന്റെ ചിന്തകളെ ഫോക്കസ് ചെയ്യാൻ എന്നെ സഹായിക്കണമേ, മാറ്റേണ്ടതിനെ മാറ്റാൻ സഹായിക്കണമേ, മാനസാന്തരപ്പെടാൻ സഹായിക്കണമേ. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ നമ്മൾ കണ്ടു. ആർക്ക് നീതീകരിക്കപ്പെടാൻ കഴിയും? ഒരൊറ്റ വ്യക്തിക്ക് പോലും പറ്റത്തില്ല. അവിടെ പറഞ്ഞു, ഹല്ലേലൂയ. ആദ്യം നമ്മൾ കേട്ട ഇതിനകത്ത് പ്രൈവറ്റ്ലി സ്ലാൻഡർ. എന്റെ ദൈവമേ, നമ്മൾ എത്ര പേരെ കുറിച്ചാണ് സ്ലാൻഡർ ചെയ്യുന്നത്? ജോലിയുള്ള മനുഷ്യരെ കുറിച്ച് ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? അവിടെ പറയാം, പ്രൈവറ്റ്ലി സ്ലാൻഡർ ചെയ്യുന്നവനെ എന്ത് ചെയ്യുന്ന പറഞ്ഞ നശിപ്പിക്കും. എന്റെ മൈ ഗാഡ്, ആർക്കാ രക്ഷപ്പെടാൻ പറ്റില്ല? പിന്നെ അടുത്തത് നികളഹൃദയവും ഉന്നത ഭാവമുള്ളവനെ സഫർ ചെയ്യത്തില്ല, നശിപ്പിക്കാൻ പറ്റില്ല, ചിന്തയെ പോലും വരാൻ ദൈവം സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം രക്ഷയ്ക്കുള്ള വഴി എന്തുണ്ട്? യേശു മാത്രം. ഇന്ന് പകൽക്കാലം രക്ഷയെങ്കിലേക്ക് യേശുനാഥൻ മാടി വിളിക്കുക, കർത്താവ് മാടി വിളിക്കുക. സഭയും പരിശുദ്ധന്മാർ വാ യേശുവിൽ വാ, വാ യേശുവിൽ വാ. ഇന്ന് പകൽക്കാലം വിശുദ്ധീകരിക്കപ്പെടുവാൻ ഈ കാര്യങ്ങളൊക്കെ ആ പെർഫെക്റ്റ് ഹോളിനെസ്സിനുള്ള മാനദണ്ഡം. പക്ഷേ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും വഴിയാതിരിക്കുമ്പോൾ നമുക്കൊരു അഭയസ്ഥാനം ഓടി വരാൻ യേശുവിലേക്ക് ഇന്ന് വാ, യേശുവിന് ഹൃദയം കൊടുക്ക്. സ്വന്തം ഇന്ന് പകൽക്കാലം എന്ത് ചെയ്താൽ അവനോടുകൂടെ വാസം ചെയ്യുവാൻ ഇടയാകും. വചനം നിന്നെ തിരുത്തും. വചനപ്രകാരം നമ്മെ തന്നെ ശോധന ചെയ്യാൻ ഇടയായി തീരും. അതുകൊണ്ട് വചനം പറയുന്നു, രാവിലെ തോറും ഞാൻ ദുഷ്ടന്മാരെയൊക്കെ നശിപ്പിക്കും. നാം ആകുന്ന നഗരത്തില് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. നിങ്ങൾ അറിയുന്നില്ലയോ? നീ രാവിലെ നിന്റെ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വന്തം തീരുമാനിക്കണം, ഇനി ഞാൻ ആ പ്രവൃത്തി ചെയ്യുകയില്ല, കൊല്ലണം. ദുഷ്ടതകളെയൊക്കെ കൊന്ന് വിശ്വാസത്തോടെ ചുവടുവെപ്പ് ഈ ലോകത്തിലേക്ക് നയിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ഈ വചനങ്ങൾ ആദ്യമായി നമ്മെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കരകടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം.